ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻസിലെ ഓൾ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പഴംപൊരിയാണ്. നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ നല്ല പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴം വേണം കേട്ടോ അതിന് വേണ്ടി എടുക്കാൻ. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നല്ല പഴുത്ത പഴമെന്ന് പറഞ്ഞത്. അത് കാരണം ബ്ലാക്ക് കളറാകുമ്പോൾ നല്ല മധുരം ഉണ്ടായിരിക്കും. പക്ഷെ ചീയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി കഴുകി എടുത്തതാണ് ഞാനിത്. പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. അത് കാരണം നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ പഴം എങ്ങനെയാണ് പഴംപൊരിക്ക് വേണ്ടി മുറിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പഴം എടുക്കുക, എന്നിട്ട് 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴുകി എടുക്കണം കേട്ടോ പഴം. എന്നിട്ട് ഇങ്ങനെ മുറിക്കുക. അധികം തിക്നെസ് കൂടരുത്, എന്നാൽ നല്ല നൈസാക്കരുത്. ഇങ്ങനെ മുറിച്ചെടുക്കുക. ഒരു 2 3 ആക്കി മാറ്റാൻ പറ്റും. വലിയ പഴാച്ചെങ്കിൽ 4-5 ആക്കാം. പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് മാറ്റാം. ഞാനിവിടെ 4 ആക്കിയിട്ടുണ്ട്. ഈ പഴത്തിനെ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ തൊലി ഇങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ മുറിച്ചെടുക്കുക. റിമൂവ് ചെയ്യുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും കേടെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മുറിച്ച് കളഞ്ഞാൽ മതി ആ ഭാഗം കേട്ടോ. ഇങ്ങനെ ഒരു രീതിയിൽ കളയാം. അടുത്തത് നമുക്ക് സാധാരണ പോലെ പഴത്തിൻ്റെ തൊലി കളയാം. നമ്മൾ പഴം കഴിക്കാൻ വേണ്ടി തൊലി കളയില്ലേ, അതേപോലെ തന്നെ തൊലി കളയാം. തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് മുറിച്ച് കൊടുക്കുക. ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അതേപോലെ തന്നെ അധികം തിക്നെസ് ഇല്ലാതെ ഭയങ്കര നൈസാവരുത്, ഈ രീതിയിൽ മുറിക്കുക. അപ്പോൾ അങ്ങനെ തൊലി കളഞ്ഞെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. അധികം തിക്നെസ് വേണ്ട, ഈ തിക്നെസ്സിൽ മുറിച്ചെടുക്കുക. മുഴുവൻ പഴവും തൊലി കളയട്ടെ കേട്ടോ. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ട പൊടി കലക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്, മൈദ കൊണ്ടല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഗോതമ്പ് പൊടിയിൽ പഴംപൊരി ഉണ്ടാക്കി എന്ന് വിചാരിച്ച് നമുക്ക് ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മൈദയുടെ പോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കണം. ആദ്യം നമുക്ക് 1 കപ്പ് ഇടാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. ഇനി 1 കപ്പും കൂടി ഇടണം. 1 കപ്പും കൂടി ഗോതമ്പ് പൊടി ഇട്ടു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് അധികം വേണ്ട, മധുരമുള്ള സ്നാക്സ് ആയതുകൊണ്ട് ഉപ്പ് അധികം വേണ്ട. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ചേർക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളം ചേർക്കണം. പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല, കാരണം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യം വരില്ല. ഇനി അവസാനം നമുക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. നല്ല പഴുത്ത പഴമാകുമ്പോൾ പഞ്ചസാര നമുക്ക് ചേർക്കേണ്ടി വരില്ല. പഴുത്ത പഴം, അതായത് പഴത്തിൻ്റെ പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് ചേർക്കുമ്പോഴാണ് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു പൊടിയും കൂടിയും ചേർക്കണം. നമുക്കിതിൽ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇടിയപ്പത്തിനൊക്കെ വെള്ളപ്പം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ചേർക്കണ പൊടിയില്ലേ, നല്ല നൈസായ പൊടി, അതാണ് ചേർക്കുന്നത്. പുട്ടുപൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ നല്ല നൈസായതുകൊണ്ട് ഞാൻ ഈ പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം എത്ര വേണ്ടി വന്നു പറഞ്ഞു തരാം. നന്നായി മിക്സ് ചെയ്യാം.
അങ്ങനെ ഞാൻ നന്നായിട്ട് പൊടി കലക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു ഇതിലേക്ക്. അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 3 കപ്പ് വെള്ളം, 2 കപ്പ് പൊടി എടുത്തതിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു. 1 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പും 1 ടേബിൾ സ്പൂണും. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കലക്കി നോക്കിയിട്ട് ഈ തിക്നെസ് വരണം. ഭയങ്കര ലൂസാവരുത്, എന്നാൽ ഭയങ്കര കട്ടിയിലും തിക്നെസ് കൂടാനും പാടില്ല. നിങ്ങൾക്കിപ്പോൾ വെള്ളം കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പൊടി കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദയാണ് യൂസ് ചെയ്യുക, അത് കുറച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളം കുറവാണ് വെച്ചെങ്കിൽ വെള്ളം നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ കാര്യത്തിലൊന്നും വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കാനില്ല. അതുപോലെ പഴം നമ്മൾ നുറുക്കി കഴിഞ്ഞിട്ട് നമ്മളിതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പഴത്തിൽ പിടിക്കണില്ലെങ്കിൽ വെള്ളം കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി കിട്ടും. നമുക്ക് ഉപ്പ് നോക്കാം അതിൽ കറക്റ്റാണോ എന്ന്. ഉപ്പ് കൂടി നിൽക്കാൻ പാടില്ല. പിന്നെ മധുരമുള്ള സ്നാക്സ് അല്ലേ, ഉപ്പ് കുറച്ച് കുറവുണ്ട്. അത് കാരണം ഞാൻ 1/4 ടീസ്പൂൺ താഴെ ഉപ്പ് ചേർത്തുള്ളൂ. ഒന്നുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാര ചേർക്കാം. പഴത്തിൻ്റെ മധുരം കുറവാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് നന്നായി കലക്കി കൊടുക്കാം. അതുപോലെ ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കണം നിർബന്ധമില്ല. നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ അതിൽ മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തും പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. ഇങ്ങനെ മാവ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പഴംപൊരി. അതേപോലെ ഈ മാവ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ പഴത്തിന് മധുരം കുറവാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. എൻ്റെ പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇവിടെ ചേർക്കുന്നില്ല. 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പീസ് പഴം എടുത്തിട്ട് ഇതിൽ മുക്കി നോക്കുക. എന്നിട്ട് ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെന്ന് അർത്ഥം. അല്ല എങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൊടി ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മുങ്ങിക്കിടക്കണം, അതിനനുസരിച്ച് ഓയിൽ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി അറിയാൻ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് നോക്കുക. ഇങ്ങനെ പൊന്തി വരും, അതിൻ്റെ അർത്ഥം എണ്ണ ചൂടായി എന്നാണ്. ഇതിലേക്ക് നമ്മൾ പഴം മാവിൽ മുക്കിയിട്ട് ഇടുക. ശ്രദ്ധിച്ചിടണം, തീ മീഡിയം ഫ്ലെയിമിൽ ഇടണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അത് കാരണം തീ മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം. അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കുക. മാവിൽ മുക്കുക, നന്നായിട്ടിടുക. 30 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ മാത്രം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും മാറി മാറി തിരിച്ചിട്ട് കൊടുക്കണം, എന്നാലേ 2 ഭാഗവും വേവുകയുള്ളൂ. നമ്മൾ അരിപ്പൊടി ചേർക്കണോണ്ട് ഇത് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. നമ്മൾ മൈദ ചേർത്തിട്ടുള്ളൂ. മൈദ അത്ര ഹെൽത്തി അല്ല, എല്ലാവർക്കും അറിയണ കാര്യമാണത്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. മൈദയുടെ പോലെ തന്നെ നമുക്കങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നില്ല. ഇപ്പോൾ ഏകദേശം ആയി, നമുക്ക് വാങ്ങാം കേട്ടോ, കരിയണ്ട. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് വാങ്ങിക്കോളൂ, എന്നാൽ പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കും. അടുത്തതും ഇതേപോലെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്കിടാം. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡ് മാറി മാറി തിരിച്ചിട്ട് കൊടുക്കണം. ഇതുമായി നമുക്ക് വാങ്ങാം, കരിയരുത്. ഇങ്ങനെ മുഴുവൻ പഴവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ ടേസ്റ്റിയായ പഴംപൊരി റെഡിയായി. ഞാൻ കഴിച്ചു നോക്കി, നല്ല മധുരമുണ്ട്. പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.